എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. ശനിദോഷം ജനിച്ച അന്നു മുതൽ മരണം വരെ ഉണ്ടാവുന്ന കാലഘട്ടത്തിനുള്ളിൽ എത്ര കാലം നമുക്ക് ശനിദോഷം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. സാധാരണക്കാർ പലവരും നോക്കിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവർ പറയും, എന്ന് നോക്കിയാലും ശനിദോഷമാണല്ലോ, എന്ന് നോക്കിയാലും ശനിയാണല്ലോ എന്നാണ് അവർ ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായ ഒരു മനസ്സിലാക്കി കഴിഞ്ഞാൽ, എത്ര കാലം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ശനിദോഷം കൊണ്ട് വരുന്നതിനൊക്കെ ഉള്ള പ്രതിവിധി ചെയ്യാനും ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കാതിരിക്കാനും ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ഈ ശനിദോഷത്തിന്റെ യാതൊരു വക ദോഷം നമുക്ക് അനുഭവിക്കാതിരിക്കാനും പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് അറിയുന്നവർ സമയം കളയണ്ട, കാണാതിരിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്താം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ പറയാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, പലവർക്കും അറിയുന്നവർ ഇതൊക്കെ കണ്ടിട്ട് നേരം പോയി, ചളി, ഈ വളവള അടിച്ചു എന്നൊക്കെ ആണ് ആൾക്കാർ പറയുക, ഈ കമന്റുകളെ. അപ്പോൾ പണ്ഡിതന്മാരൊന്നും ഇത് കാണണ്ട, അവരെ സമയം കളയണ്ട വെച്ചിട്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം. എന്ന് വെച്ചാൽ, ഒരു വ്യക്തി ജനിച്ച അന്ന് മുതൽ എന്ന് വെച്ചാൽ ഏതാണ്ട് 30 വയസ്സ് കണക്കാക്കിക്കൊണ്ടാണ് പറയുന്നത്. അത് നിങ്ങളുടെ ആയുസ് എത്ര കാലം ഇപ്പം ഉണ്ടോ അതുവരെ നിങ്ങൾക്ക് അത് കണക്ക് കൂട്ടിയാൽ മതി. ഈ 30 വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് ശനി ദോഷം എത്ര തവണ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിൽ 4 തവണ നമ്മൾ കണ്ടകശനി നമുക്ക് വരും. 4 തവണയാണ് 30 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വരും. ഒരു തവണ ഏഴരശനി വരും, ഒരു തവണ അഷ്ടമശനി വരും. അപ്പൊ എന്ന് വെച്ചാല് 17.5 വർഷം നമുക്ക് ഇതിൽ വരും. ഒരു രാശിയിൽ നമുക്ക് ശനി നിൽക്കുക 2.5 വർഷമാണ്. അങ്ങനെ രാശി മാറി മാറി വരുമ്പോൾ നമുക്ക് 4, 7, 10 ലഗ്നം എന്നുള്ള രാശി പ്രകാരം നമുക്ക് കണ്ടകശനിയായിട്ടും 12ലും 2ലും ലഗ്നത്തിൽ നമുക്കത് ഏഴരശനിയായിട്ടാണ് വരിക. അങ്ങനെ ഈ രാശിചക്രം അങ്ങനെ തിരിഞ്ഞു വരുന്നതിൽ നമുക്ക് ഒരു തവണയാണ് ഏഴരശനിയായിട്ട് വരിക, ഒരു തവണയാണ് നമുക്ക് അഷ്ടമശനി വരിക. അപ്പോൾ നമുക്ക് ഈ ഏഴരശനി 7.5 കൊല്ലവും കണ്ടകശനി എന്ന് പറയുന്നതൊക്കെ 2.5 കൊല്ലം വെച്ചിട്ടാണ്. അത് ലഗ്നത്തോടു കൂടി ഉള്ളതും കൂടി കണ്ടകശനിയായിട്ട് കണക്കൂട്ടുമ്പോഴാണ് നമുക്ക് 15 വർഷം കണ്ടകശനിയും ഏഴരശനിയും മാത്രമായിട്ട് നമുക്ക് വരും എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് 2.5 വർഷം നമുക്ക് അഷ്ടമ ശനിയും വരും. ഈ അഷ്ടമ ശനിയും കൂടി വരുന്നതിൽ ഇതിന്റെ പുറമെ അപ്പൊ നമുക്ക് 17.5 വർഷത്തോളം നമുക്ക് എന്താണ് 30 വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് 17.5 വർഷവും ശനിയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് വരുന്നത് മറ്റ് ദശകളിലെ ശനിയുടെ അപഹാരങ്ങൾ, അത് വേറെ വരും. അപ്പൊ എന്ന് വെച്ചാൽ 30 വയസ്സിന്റെ ഉള്ളിൽ 20 വർഷത്തോളം അല്ലെങ്കിൽ 20 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വർഷം നമുക്ക് ശനിയുടേതായിട്ടുള്ള അപഹാരങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ 10 വർഷം പിന്നെ അതിൽ ബാക്കിയുള്ളൂ. ഇത് നമ്മളെന്താണ് ഒന്ന് കണക്കൂട്ടിയാൽ മതി. 60 വയസ്സിന്റെ ഉള്ളിൽ നമുക്ക് 40 കൊല്ലം എന്തായിരുന്നു ശനിദോഷം ഉണ്ടായിരുന്നു. അത് 90 വയസ്സിന്റെ ഉള്ളിൽ അത് അതിന്റെ ഇരട്ടി 60 വർഷം ഉണ്ടായിരുന്നു. ഇതിന് ശനിയുടെ അപഹാരങ്ങളും ശനിയുടെ ദശകളിലും ഒക്കെ വരും. ഈ ശനി ദശ എന്ന് പറയുന്നത് തന്നെ 19 വർഷമാണ്. അത് ചില നക്ഷത്രക്കാർക്കൊന്നും അനുഭവിക്കേണ്ടി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശനി ദശ 120 വയസ്സുള്ള ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കുന്നവർക്കാണ് പല നക്ഷത്രക്കാർക്കും അനുഭവിക്കേണ്ടി വരുള്ളൂ. നമുക്ക് എന്താണ് ഈ ആയില്യം അദ്ദേഹത്തിലും തൃക്കേട്ട നക്ഷത്രം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 101 വയസ്സിന്റെ ഉള്ളിൽ ശനി ദശ ഉണ്ടാവില്ല. അവർക്ക് ബുധദശയിലാണ് അവർ ജനിക്കുക. അതിനുശേഷം അവർക്ക് കേതുർദശ വരും, പിന്നെ ശുക്രദശ വരും. അങ്ങനെ അപ്പൊ പല ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലതും ചെയ്തിട്ടും എനിക്കൊക്കെ കഷ്ടപ്പാടാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജനനത്തിൽ തന്നെ അത് എന്ന് വെച്ചാൽ ഒരു മകീരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാര്, അതുപോലെ തിരുവാതിര, ചോതി, കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാര്, രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാര്, മകീരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാര്, അതുപോലെ തന്നെ തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാര്, പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാര്, ഇവർക്കൊക്കെ ശനി ദശ നിർബന്ധമായിട്ടും വന്നിരിക്കും. കാരണം വെച്ചാൽ ഒരു 60-80 വയസ്സിന്റെ ഉള്ളിൽ ഇവരുടെ ശനി ദശ കയറി വരും. പക്ഷെ അതേ നേരം ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർക്കൊക്കെ ബുധദശയിലാണ് ജനിക്കുന്നത് കൊണ്ട് തന്നെ
തന്നെ ഏതാണ്ട് ഒരു 100-101 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഏതാണ്ട് പുണ്യലോകത്തേക്ക് പോകാണ്ട സമയമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ശനി ദശ നമുക്ക് അനുഭവിക്കാതെ എன்ற സമയത്തിലേക്കും നമ്മൾ തട്ടിപ്പോയിണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത് വരില്ല. അതും കൂടി വരികയാണെങ്കിൽ അപ്പോൾ ഈ ശനി ദശയും 19 കൊല്ലവും ഈ 30 വയസ്സിൻ്റെ ഉള്ളിലത്തെ കാര്യമാണ്. അല്ലെങ്കിൽ 60 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ശനി ദശ 19 വർഷവും നമുക്ക് ഈ 20 വർഷത്തോളം നമുക്ക് എന്താണ് ഏഴരശനിയായിട്ടും കണ്ടകശനിയായിട്ടും വരുന്നത്, ശനിയുടെ അപഹാരം അഷ്ടമശനിയും വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വയസ്സിൽ വളരെ തുച്ഛമായ ഒരു സമയം മാത്രമാണ് നമുക്ക് ഈ ദോഷം ഇല്ലാതെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഈ ശനിദോഷ സമയത്ത് നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട് കുറേ കാര്യങ്ങൾ. ചില ആളുകൾക്കൊക്കെ ഈ ശനിദോഷം അനുഭവത്തിൽ വരാറില്ല. കാരണം അവർക്ക് ഈശ്വരാനുഗ്രഹത്തിൻ്റെ പിന്നിലും അവർക്ക് മറ്റ് ശനി തന്നെ നല്ല ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയം വരുന്നവർക്കും അതുപോലെ തന്നെ ശനിയുടേതായിട്ടുള്ള നല്ല ദശ, ശുക്രൻ്റെ ഒക്കെ നല്ല ദശയിലും വ്യാഴത്തിൻ്റെയൊക്കെ ബുധൻ്റെയൊക്കെ ദശ നമുക്ക് നല്ല രീതിയിലായിരിക്കുന്ന സമയങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് ഈ ശനിദോഷത്തിൻ്റെ കാഠിന്യം നമുക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് പല ആളുകളും ഒന്നും അവർക്ക് ഏൽക്കാതെ പോകുന്നതൊക്കെ ശനിദോഷ സമയത്ത് നല്ലത് വരുന്നതൊക്കെ. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു 90% സമയങ്ങളും നമുക്ക് ദോഷ സമയങ്ങളാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഈശ്വര പ്രാർത്ഥന മാത്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ശനിദോഷം വന്ന ഒരാൾക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടോ ഉയർച്ച കിട്ടുന്നില്ല എന്ന് പലർക്കും ഉണ്ടാവും. ചില ആളുകൾക്കാണെന്നുവെച്ചാൽ നല്ല രീതിയിലുള്ള ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഉയരങ്ങളിലേക്ക് കയറുന്ന ഭാഗത്താവില്ല തടസ്സങ്ങൾ വരിക. അയാൾക്ക് ചിലപ്പോൾ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ മക്കളെ കൊണ്ടായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവുക, ചിലർക്ക് മാനസികപരമായിട്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവുക. പലവർക്കും പല തരത്തിലാണ് ഇത് അനുഭവത്തിൽ വരിക. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ, കൈകാലുകൾ ഒടിയുക, അങ്ങനെ അപവാദങ്ങൾ, മാനക്കേടുകൾ, അങ്ങനെ പഠിക്കാനുള്ള ബുദ്ധിയില്ലായ്മ, വികൃതികൾ, അങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങൾ, ചീത്തപ്പേരുകളൊക്കെയാണ് കുട്ടികളൊക്കെ ഏതാണ്ട് ഒരു 12 വയസ്സിന് താഴെയുള്ളവർക്ക് വരിക. അതിൻ്റെ മേലേക്കുള്ള ആളുകൾക്കാണ് അപമാനം, അപവാദം, അതുപോലെ തന്നെ എല്ലാതര ദുർവിചാര, ദുർവികാര, ദുർമോഹ കാര്യങ്ങളിലേക്ക് വരിക. വയസ്സാവുന്ന ബിസിനസ് കച്ചവടക്കാർക്കൊക്കെ ധനനഷ്ടം, അതുപോലെ തന്നെ ഈ മാനഹാനി പ്രശ്നങ്ങളും പ്രതിസന്ധികൾ, കാരണം കടബാധ്യത അല്ലെങ്കിൽ അങ്ങനെ ജയിൽവാസം, അപകടങ്ങളൊക്കെ പറ്റി കിടക്കേണ്ടി വരിക. പ്രായമുള്ളവർക്കും ഇതുപോലെ തന്നെ രോഗാവസ്ഥ, അങ്ങനെ ഓരോരുത്തരുടെയും വയസ്സിനനുസരിച്ചാണ് ഇതിൻ്റെ കാറ്റഗറി മാറ്റം വരിക. പക്ഷെ ഇതൊന്നും നമുക്ക് വരാതിരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈശ്വര പ്രാർത്ഥന എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുന്നവർക്ക് നമുക്ക് പ്രകൃതി തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നമുക്കുണ്ടാവും. ഇതൊക്കെ നമുക്ക് വരുന്നതും ഈ ശനിദോഷങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതൊക്കെ പ്രകൃതിയിലെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകളാണ് നമ്മളിലേക്ക് ഉണ്ടാവുന്നതും. അതുകൊണ്ടാണ് നമുക്ക് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ദോഷമായിട്ട് അല്ലെങ്കിൽ ദുരിതമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നം നമുക്ക് വരാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞതും. നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹവും കൂടി നമ്മളോടൊപ്പം ഉണ്ടാവുമ്പോൾ എന്താണ്, നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് ഏൽക്കാതെ പോവും എന്നുള്ളതാണ്. ഈ മനസ്സിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പല കാര്യങ്ങളെയും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. കാരണം ഒരു യക്ഷി വന്നാലും നമുക്ക് ധൈര്യം ഉണ്ടാകുമ്പോൾ നമുക്കതൊരു ബാധയായിട്ട് വരില്ല. ഈ മനക്കരുത്തിനാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിലേക്ക് വരുന്നത് നമ്മുടെ മാനസിക അവസ്ഥയാണ് തളർത്തുക. ഈ മാനസിക അവസ്ഥയെ നമ്മൾ വളരെയധികം പവർഫുള്ളാക്കി നിന്നുകൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിലും ഈ ഒരു ശനിക്കോ ഒരു മറ്റുള്ള ദോഷത്തിനോ രാഹുവിനോ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിലൂടെയാണ് നമ്മളിലേക്ക് വരുന്നത്. ഈ ഒരു പ്രശ്നം പല ആളുകളും എന്താണെന്ന് വെച്ചാൽ മാനസികമായിട്ട് അവർ തളർന്നു കഴിഞ്ഞാൽ ഒന്നിനും ഇറങ്ങില്ല. അപ്പോൾ എന്താ പറയുക, ഒരു ആപത്ത് ഇതിലേക്ക് ഒരു മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞാൽ ഈ പൈശാചികത നെഗറ്റീവ് എഫക്റ്റ് ഒക്കെ നമ്മളിലേക്ക് തന്നെ കൂടുതലായിട്ട് ആവരണം ചെയ്യലും ആഗമനം ഉണ്ടാവുകയും നമ്മളുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രതിസന്ധി നേരിടേണ്ടി വരികയും ചെയ്യും.
അപ്പോൾ അതിനെ നമുക്ക് മറികടക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് പ്രതിവിധികളാണ്. മെയിനായിട്ട് നമ്മൾ സ്വമേധയാൽ തന്നെ നമ്മുടെ ഈ പവർ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ പവർ വളർത്തിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ശതമാനം എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിൻ്റെ 90% ഭാഗങ്ങളിലും ദോഷങ്ങളായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഏതൊരു മനുഷ്യനും നിൽക്കുന്നുണ്ടാവുക. എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള കഴിവുകൾ നമ്മളിൽ ഉണ്ടാവുന്നത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഈ എനർജി നമ്മളിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു ശനിദോഷവും നമ്മളിലേക്ക് വരില്ല, അടുക്കില്ല, അനുഭവിക്കേണ്ടി വരില്ല. ഇതെങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടദേവൻ ഉണ്ടായിരിക്കും. ഇഷ്ടദേവനെ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ അതിന് ജപിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ദേവനെ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പ്രകാശഗോളമായിട്ടോ കണ്ണടച്ചുകൊണ്ട് 2 പുരികത്തിൻ്റെയും ആ നടുക്കിലുള്ള കേന്ദ്ര ബിന്ദുവിലേക്ക് ഭഗവാനെ നോക്കിക്കൊണ്ട് ആ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണം. ഈ ദേവന്മാരുടെയോ ദേവിമാരുടെയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആ ഒരു ദേവ മന്ത്രം അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ അന്ധകരണ സിദ്ധി എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹം നമ്മളിലുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ ഓറകൾ തുറക്കും. ഈ തുറക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ നെഗറ്റീവ് എഫക്റ്റൊന്നും നമ്മളിലേക്ക് അടുക്കാതെ പോസിറ്റീവിനെ മാത്രം ആവരണം ചെയ്ത് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ട അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ നമ്മളെ കുടുംബപരമായിട്ട് തന്നെ ഉണ്ടാവാനുള്ള ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് ഈ പറഞ്ഞത്. പിന്നെ സാധാരണക്കാർ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ എള്ളുതിരി കത്തിക്കുക, അതുപോലുള്ള മറ്റ് നീരാഞ്ജനം കത്തിക്കുക, എള്ളുപായസം കഴിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യുക. പിന്നെ ഹനുമാൻ സ്വാമി അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് അതുപോലെ ദേവിയുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ക്ഷേത്ര ദർശനത്തിലൂടെയൊക്കെ നമ്മൾ ഭണ്ഡാര സമർപ്പണം ചെയ്യുന്ന സമയത്ത് 1 രൂപയാണോ നാണയമാണോ നമ്മൾ ഇടുന്നത് എങ്കിലും ഒഴിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഭണ്ഡാരത്തിലേക്ക് സമർപ്പിക്കാൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ളതൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഈ ദോഷമുണ്ടെന്ന് വിചാരിച്ച് നടന്നിട്ട് ഒരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ കാരണം നമ്മളിലേക്ക് തന്നെ അടിഞ്ഞുകൂടി നമ്മുടെ കുടുംബം തന്നെ എല്ലാ തരത്തിലും ഒരു ശൂന്യം പിടിച്ച ഒരു വീടായി മാറും. ഇത്രയും കാലം നമുക്ക് ശനിദോഷം ഉണ്ടായിട്ടും പലവർക്കും ഇത് ദോഷമായി വരാത്തതിന്റെ കാരണം തന്നെ അവരെ ജീവിത ചിട്ടയും ഭക്തിയും വിശ്വാസവും ഇതുപോലുള്ള ഏകാഗ്രമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊന്നുമില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു 90% വരുന്ന ഈ ദുരിതങ്ങളെ കൊണ്ട് തന്നെ കരകയറാൻ പറ്റാതെ നമ്മൾ എവിടെയാണ് ആ കുണ്ടിൽ തന്നെ കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിന് ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ചില പണിക്കന്മാരുടെ അടുത്തേക്ക് പോകും, ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോയി, സിദ്ധന്മാരുടെ അടുത്തേക്ക് പോകും. അങ്ങനെ പലയിടത്തും നോക്കിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ദോഷത്തെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് അവരൊക്കെ നമ്മൾ കാശുണ്ടാക്കുന്നത്. കാരണം നമ്മളൊരു കുണ്ടിൽ നിന്ന് കരകയറാൻ വേണ്ടി നമ്മൾ ഒരു ജ്യോത്സ്യനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കുണ്ട് കുത്തി നമ്മളതിലേക്ക് ഇട്ട് അയാളെ കൊണ്ട് തൂർക്കുക ചെയ്യുക. അതാണ് ഈ ദോഷപ്രതിവിധി എന്ന് പറയുന്നത്. ബാധാവേർപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈശാചികമായിട്ടുള്ള ബാധകളെ കൊണ്ടുവരുന്ന ദുരിതങ്ങൾക്കൊക്കെ നമുക്ക് ഹോമങ്ങളും പൂജകളൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ആ ദുരിതങ്ങൾ മാറ്റേണ്ട പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു സാധാരണ കാലക്കേടിനെ തന്നെ വലിയൊരു പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ കുണ്ട് വലിയൊരു കുണ്ടാക്കിയിട്ട് ഈ നോക്കാനിരിക്കുന്ന പണിക്കരെ കുണ്ട് തൂർക്കലാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റൊരു തരത്തിലും രോഗങ്ങൾക്കും അതുപോലെ പ്രതിവിധികൾക്കും വേണ്ടി പണം നഷ്ടപ്പെടുത്താതെ നമ്മുടെ സ്വമേധയാൽ തന്നെ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള അനുഗ്രഹവും ഐശ്വര്യം നമ്മൾ തന്നെ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ ശനിദോഷം എന്നുള്ള ദുരിതത്തിൽ നിന്നും കരകയറാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇതുപോലുള്ള ഒരു സമയത്ത് നിങ്ങൾ ജ്യോത്സ്യനെ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇനി വീട്ടിലാകെ പ്രശ്നങ്ങളാണ്, ഇപ്പോൾ നമുക്ക് എന്ത് ദശയാണ് എന്ത് ദോഷമാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ പോവുക ജ്യോത്സ്യന്മാരുടെ അടുത്തേക്കാണ്. ഈ ജ്യോത്സ്യന്മാർ പണ്ടൊക്കെ നോക്കാൻ മാത്രമാണ് ഇരുന്നിരുന്നത്. ഇപ്പം അവർ പരിഹാരവും കൂടി ചെയ്യും. ഈ പരിഹാരത്തിൻ്റെ കൂടെ തന്നെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ പ്രൊമോട്ട് ചെയ്യും. ഈ പ്രൊമോട്ട് ചെയ്യുന്നവരും ഇവരും തമ്മിൽ ലിങ്കാണ്. കാരണം കമ്മീഷൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. നമ്മൾ ഒരു കാരണവശാലും നോക്കാൻ വേണ്ടി പറഞ്ഞ വ്യക്തിയെ കൊണ്ടോ അയാൾ പറയുന്ന ആളെ കൊണ്ടോ പരിഹാരം ചെയ്യിപ്പിക്കരുത്.
നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരോ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പരിചയക്കാരായിട്ടുള്ള ആളുകളോ അങ്ങനെ ഈ കർമ്മങ്ങൾ നിങ്ങളുടെ പരിസരത്തൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുമായി സംസാരിച്ച് നമ്മുടെ പ്രശ്നം ഇതാണെന്ന് ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിനെന്താണ് പോംവഴി എന്ന് പറഞ്ഞ് ലളിതമായ രീതിയിലുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് അത് ആ ദുരിതത്തിൽ നിന്നും കരകയറാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഈ പണിക്കരി പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നാലേ ഇത് നടക്കുള്ളൂ എന്ന് പണിക്കരി പറയുന്നത് പണിക്കരിക്ക് കമ്മീഷൻ കിട്ടാനാണ്. ഇല്ലെങ്കിൽ ഇത്രയൊക്കെ ദോഷങ്ങളുണ്ട് ഇതൊന്നും എഴുതി തരാതെ അയാൾ അത് കയ്യിൽ വെച്ചിരിക്കും, എന്നിട്ട് ഞാനത് ശരിയാക്കി തരാം, ഒരു 15,000 രൂപയായിട്ട് പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ പൈസ അയാൾ വാങ്ങുകയാണെങ്കിൽ അയാളെ കൊണ്ട് ഒരു കാരണവശാലും ചെയ്യിപ്പിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ജ്യോതിഷം നോക്കുന്ന ആളുകൾ നോട്ടക്കാരൻ മാത്രമാണ്. ഈ കർമ്മം പഠിച്ച് അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്നവർ ഇത് കർമ്മികളായിട്ട് ഇരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ കൊണ്ട് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള ദോഷത്തിൻ്റെയൊക്കെ കാഠിന്യം കൂട്ടി നമ്മളോട് പറഞ്ഞിട്ട് ഇത് ഭയങ്കര ഒരു ദുരിതമാക്കി മാറ്റി നമ്മളെ പിപ്പിടിയായിട്ട് ആ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ തന്നെ കർമ്മം ചെയ്യാന്ന് പറയുന്നതും അവർ ഈ ദോഷത്തെ കൂട്ടി പറയുന്നതും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട പരിചയത്തിലുള്ള കർമ്മികളുമായി സംസാരിക്കുമ്പോൾ അവർ ഇതിന് ഇത്ര കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടില്ല, ചിലപ്പോൾ 2,000 രൂപ കൊണ്ട് ചെയ്യാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ പറയുകയാണെങ്കിൽ, നോക്കേണ്ടി വന്നെങ്കിൽ നിങ്ങൾ നോക്കുന്ന വ്യക്തിയെ കൊണ്ട് കർമ്മം പരിഹാരം ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾ അയാൾ പറയുന്ന വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട വിശ്വാസമുള്ള നിങ്ങളോട് ആത്മാർത്ഥതയുള്ള കർമ്മികളെ കണ്ടെത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ല ഉചിതം. അധികമായിട്ടും നമ്മൾ പരാജയപ്പെടും, നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളും അവിടെ കിടക്കുകയും ചെയ്യും. കാരണം ദോഷ സമയത്താണ് നമ്മൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്താണ് നമ്മളിത് നോക്കാൻ വേണ്ടി പോയത്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അതിൽ കൂടെ തന്നെ വീണ്ടും കടത്തിൽ കൂടെ കടം മേടിച്ച് നമ്മൾ പരിഹാരത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അതും നമുക്ക് ജീവിതത്തിലൊരു ബാധ്യതയും കടമായി മാറും. നമ്മുടെ കടം വർദ്ധിക്കുക എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കരകയറാൻ ഒരു സൊല്യൂഷൻ അതിലുണ്ടാവില്ല. അപ്പോൾ അവർക്കും ഇവർക്കൊന്നും കാശ് കൊണ്ടുകൊടുത്തിട്ട് നിങ്ങൾ സമയം കളയാതെയും ധനനഷ്ടം വരാതെയും മാനസികമായിട്ട് പീഡനം അവരെ പെപ്പിടിയായിട്ട് നമ്മൾ അത് ആദ്യം പിടിച്ച് നടക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മാനസിക പീഡനം നമ്മൾക്ക് ഏൽക്കാതിരിക്കാനും സ്വമേധയാൽ തന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു ഈശ്വര പ്രാർത്ഥനയും ഈശ്വര നാമജപവും ഇഷ്ടദേവന്റെ മന്ത്രം ജപിച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് ജീവിതത്തിൽ ഒരു ചിട്ടയാക്കി മാറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു തരത്തിലും നമുക്ക് കഷ്ടതയോ കഷ്ടപ്പാടോ വരാതെ സന്തുഷ്ടമായൊരു കുടുംബ ജീവിതം നമുക്ക് ഉണ്ടാവും എന്നുള്ളതും, നല്ല സമ്പത്തും ഐശ്വര്യം സമാധാനവും ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം തിരിച്ചറിയാം. എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് എഡിറ്റിങ്ങും സ്വന്തമായിട്ട് എടുക്കലും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും എൻ്റേതായ ശൈലിയിലാണ് നിങ്ങളോടിത് പറയുന്നത്. നിങ്ങൾക്കത് ചില ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടായികയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ചുവട്ടിൽ വലിയ കമൻ്റ് എന്ന് എഴുതിയിട്ട് തവിട് പൊടിക്കാറില്ല. അതാണ് എനിക്കെടുത്ത് പറയുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ എന്ന് പറയുന്നത് ഞാൻ വലിയൊരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടൊന്നല്ല. ഇതൊരു പാട്ടപ്പൊടി വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ ചെയ്യുന്നൊരു പരിപാടിയാണ്. നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടി വാടകയ്ക്ക് എടുത്തൊരു സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ പല പോരായ്മകളും ഉണ്ടായിരിക്കും. പക്ഷെ പറയുന്നത് സത്യസന്ധമായിട്ട് നിങ്ങളൊരു ചതിയിലോ കെണിയിലോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ഭാഗത്തുണ്ടാവില്ല. അത് വൈദ്യപരമായിട്ടും ജ്യോതിഷപരമായിട്ടും മാന്ത്രികപരമായിട്ടുമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഏത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു വാക്ക് എനിക്ക് ഒരു ആത്മാർത്ഥമായിട്ടൊരു ഗ്യാരണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങളുടെ സബ്സ്ക്രൈബും ഈ ഷെയറും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന സമയവും അതിനു വേണ്ടി റിസ്ക് എടുക്കുന്നതിൻ്റെയൊക്കെ മെച്ചം. അപ്പോൾ അത് ചാനലും അത് വിജയിക്കാനും നമുക്കതൊരു ഭാവിയിലേക്ക് അതൊരു ഗുണമായിട്ട് വരാനൊക്കെ ഇതിൽ നല്ലൊരു കാര്യം നിങ്ങളെ കൊണ്ടും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് അല്ലെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വരിക.